എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ട്രാവൽ വ്ലോഗാണ്. വേറെ ഒരിടവും അല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള വെട്ടുകാട് പള്ളിയിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലിന് അഭിമുഖമായിട്ടാണ് ഈ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടുത്തെ തിരുനാൾ ഉത്സവത്തിന് വരാറുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും ഞങ്ങൾ വന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നവംബർ 15-നായിരുന്നു കൊടിയേറ്റ്. നവംബർ 24 വരെ ഈ തിരുനാൾ ഉത്സവമാണ്. 10 ദിവസത്തെ ഉത്സവമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്. ഉത്സവം ഏകദേശം അവസാനിക്കാറാവുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ പിന്നെ അവിടെ പോയി മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു. അവിടെ ലൈറ്റ് അലങ്കാരങ്ങളൊന്നും ഒരു രക്ഷയില്ല. പള്ളിയെ അലങ്കരിച്ചിരിക്കുന്നതായാലും അവിടെയുള്ള ചുറ്റുപാടും എല്ലാം ലൈറ്റ് അലങ്കാരം ഒരു രക്ഷയില്ല. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ യേശുവപ്പനെ തൊഴാൻ പോവുകയാണ്. മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ യേശുവപ്പനെ തൊഴാൻ നല്ല തിരക്കുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ക്യൂ ഒക്കെ അങ്ങ് പെട്ടെന്ന് നീങ്ങിപ്പോവും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇത്രയും തിരക്കല്ല, ഒരുപാട് തിരക്ക് ഓരോ ദിവസം കഴിയും തോറും തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ തുടക്ക സമയത്ത് പോയത് കൊണ്ടാണ് വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൽ നിന്നും തിരക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഇവിടെയാണ് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത്. ഇതിൻ്റെ അടുത്തോട്ട് നല്ല ചൂടാണ്. കൊച്ചുമക്കളെയൊന്നും കൊണ്ട് ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ അവിടെ കൊണ്ടുപോയി കത്തിച്ചു. അപ്പോൾ അതിൻ്റെ പരിസരങ്ങളിലായിട്ട് ഒരുപാട് വഴിയോര കച്ചവടമുണ്ട്. ബുക്ക് സ്റ്റാളുകളുണ്ട്, ഫുഡ് സ്റ്റാളുകളുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. കുട്ടികൾക്കൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് കടലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഇങ്ങെത്താറായി. അടുത്ത മാസം ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏകദേശം ഈ ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ പുതുവർഷം കഴിയുന്നത് വരെ കാണുമെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തായാലും യേശുവപ്പനെ നന്നായിട്ട് തൊഴാൻ പറ്റി. വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പള്ളിയിലേക്ക്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ഏകദേശം 11 മണിയായി. അപ്പോൾ അപ്പോഴും കണ്ടില്ലേ നല്ല തിരക്കുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.